நான் லவ் பண்ணி கல்யாணம் பண்ணினேன். ஃபர்ஸ்ட் என் ஹஸ்பண்ட் வந்து டீ மாஸ்டரு. அதுக்கப்புறம் தான் இந்த வியாபாரம் எல்லாம் நான் கற்றுக் கொடுத்தேன். குழந்தைங்க கலர் அடிக்கிற புக்ஸு இதெல்லாம் கற்றுக் கொடுத்தேன். அதுக்கப்புறம் மேல் கொண்டு அவராக வந்தது. எங்கள் அப்பா அம்மா எல்லாம் பண்ணி வைக்கல, ஓடி போய் கல்யாணம் பண்ணி. என் ஃப்ரெண்டும் கல்யாணம் பண்ணி வச்சாங்க. என் தங்கச்சிங்க 3 பேர் குழந்தைங்களா இருக்கும்போது எங்கள் அப்பா அம்மா இறந்துட்டாங்க. எங்கே அவருக்கு புள்ளிய பெற்று கொடுத்துட்டா என் தங்கச்சிங்களை பார்த்துக்க மாட்டாரு அப்படின்னு சொல்லிட்டு அந்த குழந்தைய 100 ரூபாய் அந்த மாத்திரை அது போட்டு கழிச்சேன். அது என் വീട്ടുകാരോட പയ്യൻ. എങ്ക നമ്മ തുണ്ണ അയച്ച സ്വത്ത് അവ തുണിട്ട അതേ അയച്ച സ്വത്തിലപ്പോ ഞാൻ കൈ വെക്ക മുടിയുമാ? ഭർത്താവ് എൻ്റെ ജീവനാണ്, പക്ഷേ അനിയത്തിയുടെ മക്കളുടെ അച്ഛനാണ് അദ്ദേഹം. ഞാൻ ഈ പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല അല്ലേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നും, ഇവൻ എന്താടാ ഈ പറയുന്നതെന്ന്. എന്നാൽ ഇത് നിങ്ങൾ കേൾക്കണം. ഒരു അനിയത്തിയെ സ്നേഹിച്ച അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സ്നേഹിച്ച ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യം, സ്വന്തം ഭർത്താവിൽ നിന്ന് അനുഭവിച്ച കാര്യം, സ്വന്തം ഭർത്താവിനെ ജീവനതുല്യം സ്നേഹിച്ച ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത്, സ്വന്തം അനിയത്തിമാരെ ജീവനതുല്യം സ്നേഹിച്ച ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത്, ഇത് നിങ്ങൾ കൃത്യമായിട്ടും കാണണം. അനിയത്തിമാരെ വളർത്തരുത്, അനിയത്തിമാരെ വളർത്തി കഴിഞ്ഞാൽ ഒരു ആപത്താണ് എന്നൊരു സ്ത്രീയെ കൊണ്ട് പറയിക്കുന്ന രീതിയിലേക്ക് അനിയത്തിമാർ മാറിയതിൻ്റെ ഒരു കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരു നടന്ന സംഭവമാണ്. ഈ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഇതുപോലൊരു ഒളിച്ചോട്ടം, ആ ചേട്ടത്തിയുടെ ഭർത്താവിനെയും കൊണ്ട് അനിയത്തി ഒളിച്ചോടിയത്, അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു സംഭവമാണ്. അതുമായിട്ട് ഇത് ഒട്ടും തന്നെ പറയാൻ പറ്റില്ല എങ്കിലും ഇതും അതിൻ്റെയൊക്കെ ഏതാണ്ടൊക്കെ അടുത്ത് വരുന്നൊരു സംഭവം തന്നെയാണ്. അതുമായിട്ടൊക്കെ ഒളിച്ചോടിയില്ല എങ്കിലും ഇത് ഒരു സംഭവം തന്നെയാണ്. ഈ ചേട്ടത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു പൊരുൾ. എന്തായാലും സംഭവം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം. ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. കനകവല്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരാളുമായിട്ട് ഇഷ്ടത്തിലാകുന്നു. അദ്ദേഹം ഒരു ചായക്കടക്കാരനായിരുന്നു, ചായയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹവുമായിട്ട് ഈ കനകവല്ലിക്ക് വല്ലാത്ത സ്നേഹം. അങ്ങനെ സ്നേഹം മൂത്ത് അവർ കല്യാണം കഴിച്ചു. അവർ വീട്ടിൽ പറയാതെ തന്നെ ഒളിച്ചോടിയാണ് ഈ കല്യാണം കഴിച്ചത്. അങ്ങനെ ഇവർ വളരെ സന്തോഷത്തോടു കൂടി 8 കൊല്ലം വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഈ കനകവല്ലിക്ക് അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ സഹോദരികളും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത്, അതായത് ഇവർ ഒളിച്ചോടി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ മാതാപിതാക്കൾ മരിച്ചു പോകുന്നത്. തൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയല്ലോ, ഇനി തൻ്റെ സഹോദരികൾക്ക് ആരുണ്ട് എന്നുള്ള ഒരു ചിന്ത കാരണം ഈ പറയുന്ന കനകവല്ലി നേരെ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന കനകവല്ലി ഗർഭിണിയാണ്. ഗർഭിണിയാകുമ്പോൾ 5 മാസം ഗർഭിണിയായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഈ പറയുന്ന ഭർത്താവ് തൻ്റെ അനിയത്തിമാരെ നേരെ ചൊവ്വേ നോക്കത്തില്ല. തനിക്കൊരു മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കളോടായിരിക്കും കൂടുതൽ സ്നേഹം, ഈ അനിയത്തിമാരോട് സ്നേഹം കാണിക്കത്തില്ല, മക്കളെ പോലെ അവരെ കരുതത്തില്ല എന്ന് കണ്ടുകൊണ്ട് ഈ പറയുന്ന കനകവല്ലി എന്ത് ചെയ്തു? ഒരു ടാബ്ലറ്റ്, 100 രൂപയ്ക്ക് ഒരു ടാബ്ലറ്റ് മേടിച്ച് അത് കഴിച്ച് അത് അബോർട്ട് ചെയ്ത് കളഞ്ഞു, അതായത് കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഇവർ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഈ പറയുന്ന അനിയത്തിമാരെ ഈ പറയുന്ന ഭർത്താവിൻ്റെ കൂടെയാണ് കിടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഒരു മക്കളെ പോലെ നോക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കൂടെ കിടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ അവരിങ്ങനെ സന്തോഷത്തോടൊക്കെ പോകുന്നു. ആ ഒരു സമയത്താണ് അവിടെ ജോലിയൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത്, അതായത് നാട്ടിൽ ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഈ പെൺകുട്ടി, അതായത് ഈ കനകവല്ലി എന്ന് പറയുന്ന പെൺകുട്ടി ചെന്നൈയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്. ഇവരാണെങ്കിൽ പല പല ജോലികൾ ചെയ്ത് കുടുംബം നോക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. അങ്ങനെ ഇവർ ഈ ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈയിൽ പോയതിന് ശേഷം അവരവിടെ ജോലി ചെയ്യുന്നു. ജോലി ചെയ്തതിൻ്റെ കാശ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നാട്ടിലേക്ക് വരാനായിട്ട് പറ്റാത്തൊരു അവസ്ഥ വരുന്നു. അങ്ങനെ വന്ന സമയത്താണ് ഇവർ അവിടുന്ന് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തു വിട്ടുന്നു. എല്ലാം അവർ ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. അവർ പൈസ എന്ത് വേണോ അനിയത്തിമാർക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബസ് സർവീസൊക്കെ സ്റ്റാർട്ടായി, ലോക്ക്ഡൗൺ ഒക്കെ മാറി ബസ് സർവീസൊക്കെ സ്റ്റാർട്ടായ സമയത്ത് ഇവർ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവർ നോക്കുന്ന സമയത്ത് ഇവരുടെ അനിയത്തിയുടെ വയറ് വീർത്തിരിക്കുന്ന സമയത്ത് അനിയത്തിയോട് ചോദിക്കുന്നു, എന്താ മകളെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനിയത്തി പറയുന്നു, എനിക്കൊരു വയറുവേദന വന്നതാണ് എന്ന രീതിയിൽ മറുപടി പറയുന്നു. ഓക്കെ, അവർ വിശ്വസിച്ചു, അവരത് വിട്ട് കളഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ വന്നു, വയറുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു അനിയത്തി ഉണ്ടല്ലോ, ആ മറ്റൊരു അനിയത്തിയും കൂട്ടിക്കൊണ്ട് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപയും കൊടുത്ത് പറഞ്ഞു വിടുന്നു. ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നു. കാണിച്ചതിന് ശേഷം 2 അനിയത്തിമാരോടെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഈ ചേട്ടത്തി ചോദിച്ചു, ഈ കനകവല്ലി ചോദിച്ചു, എന്താണ് കുഴപ്പം, ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന്. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ വയറിനുള്ളിൽ ഒരു മുഴയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഇവരങ്ങ് വിശ്വസിച്ചു. ഓക്കെ, ഒന്നുമില്ലല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല, മുഴയായിരിക്കും എന്നുള്ള രീതിയിൽ ഇവരങ്ങ് പറഞ്ഞു വിട്ടു. എന്നാൽ ഈ പെൺകുട്ടി, അതായത് സ്വന്തം അനിയത്തി പ്രസവിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഈ പറയുന്ന കനകവല്ലി മനസ്സിലാക്കുന്നത് തൻ്റെ അനിയത്തി ഗർഭിണിയാണ്. അതോടൊപ്പം തന്നെ ഈ ഗർഭത്തിന് ഉത്തരവാദി തൻ്റെ ഭർത്താവാണ് എന്നുള്ള കാര്യം. വളരെ ഷോക്കായിപ്പോയി ഈ പെൺകുട്ടിക്ക്, വളരെ ഷോക്കായിപ്പോയി. കാരണം താൻ ജീവിച്ചത് മൊത്തം ഈ കുടുംബത്തിന് വേണ്ടി, തൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചത്. തൻ്റെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കിയത് ഈ പറയുന്ന അനിയത്തിക്ക് വേണ്ടിയാണ്. തൻ്റെ ഭർത്താവിനോട് അധികമാത്രം സ്നേഹമായിരുന്നു ഇവർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്.
അവരുടെ ഈ നെഞ്ചത്തിൻ്റെ ഈ ഭാഗത്ത് ഭർത്താവിൻ്റെ പേര് പച്ച കുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കയ്യിൽ അവരുടെ ഈ അനിയത്തിമാരുടെ പേര് പച്ച കുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് കുടുംബത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം അവർ അറിയുന്നത്, അനിയത്തി ഗർഭിണിയായത് അതും സ്വന്തം ഭർത്താവിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി. അങ്ങനെ ഇവർ ഈ നാട്ടുകൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു ഈ സംഭവം അറിയിക്കാൻ. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, അവിടെയൊക്കെ ഈ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ഹള്ളികളിൽ, അതായത് ഊരുകളിൽ. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം ഇവിടെ വെച്ച് ഈ പറയുന്ന കനകവല്ലി തൻ്റെ ഭർത്താവിൻ്റെ കോളറെ കയറി പിടിക്കുന്ന സമയത്ത് ഈ പറയുന്ന അനിയത്തി വന്നിട്ട് കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, എൻ്റെ മാമൻ്റെ കൂടെയാണ് ഞാൻ കിടന്നത്, എൻ്റെ മാമനെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി അവിടെ കിടന്ന് ഉച്ചത്തിൽ ഒരു വർത്തമാനം പറഞ്ഞു. അത് ഈ പെൺകുട്ടിക്ക് ഈ കനകവല്ലിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. കാരണം താൻ പൊന്നുപോലെ കണ്ട അനിയത്തി, താൻ സ്നേഹിച്ച ഭർത്താവ്, അവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോഴത്തേന് ആ പെൺകുട്ടിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. ആ പെൺകുട്ടി ആകെപ്പാടെ ഞെട്ടിത്തരിച്ചു പോയി. ഒടുവിൽ എന്ത് ചെയ്തു, ആ പെൺകുട്ടി താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച് തൻ്റെ കൂടെ ജീവിച്ച ഭർത്താവിനെ അനിയത്തിക്ക് വിട്ടുകൊടുക്കുന്നു. അവിടെ വെച്ച് തന്നെ ആ ഒരു നാട്ടുകൂട്ടത്തിൻ്റെ അവിടെ വെച്ച് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ ഭർത്താവ് അനിയത്തിയുടെ കൂടെ ജീവിക്കുന്നു. അവർക്കിപ്പോൾ 3 കുട്ടികളുണ്ട്. ഈ 3 കുട്ടികൾ ഉണ്ടെങ്കിലും ആദ്യത്തെ ഒരു ആൺകൊച്ചാണ്. ഈ ആൺകൊച്ചിനെ ഈ പറയുന്ന കനകവല്ലിയാണ് നോക്കുന്നത്. അവർക്ക് ഈ പറയുന്ന മക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ആ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞത് മക്കളുടെ പേരും ഈ പറയുന്ന കനകവല്ലി ദേഹത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് പച്ച കുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ സ്നേഹമാണ് ഈ പറയുന്ന ഭർത്താവിനോടായാലും അനിയത്തിമാരോടായാലും ഇപ്പോഴും ഈ പറയുന്ന ഈ ചേട്ടത്തിക്കുള്ളത്. അപ്പോൾ ഈ ചേട്ടത്തിയോട് മീഡിയക്കാർ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് ആ ഭർത്താവിനെ നിങ്ങൾക്ക് വീണ്ടും വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കനകവല്ലി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ എച്ചിലിൽ അവൾ കൈവച്ചു, അവളുടെ എച്ചിലിൽ ഞാൻ കൈവെക്കണമോ എന്നുള്ളൊരു ചോദ്യമാണ് ആ ഒരു സ്ത്രീ ചോദിച്ചത്. കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. സ്വന്തം അനിയത്തി, എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് അനിയത്തിമാരെ സ്നേഹിക്കരുതെന്നും, അനിയത്തിമാരെ സ്നേഹിച്ചാലും അതൊരു പാപമാണ് അല്ലെങ്കിൽ ഒരു ആപത്താണ് എന്നാണ് ആ പറയുന്ന ഒരു പെൺകുട്ടി പറയുന്നത്. അതിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതാണ്, ഈ ഒരു അനുഭവമാണ്. ആ ഒരു സംഭവം കഴിഞ്ഞ പിന്നെ നാട്ടുകാർ ചോദിക്കുന്നു അനിയത്തിക്ക് എത്ര കുഞ്ഞുങ്ങളാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു വിഷമത്തിൽ ഇവർ കുടി തുടങ്ങി. ഇപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ വെള്ളം അടിക്കുന്നുണ്ട്, കുടിച്ചിട്ട് അവിടെ ഇവിടെ ഒരു കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭർത്താവ് തന്നെയാണ്, അതായത് ആദ്യത്തെ ഭർത്താവ് തന്നെയാണ് എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോകുന്നതൊക്കെ. അങ്ങനെ ഭർത്താവിന് ഇപ്പോൾ വലിയ സ്നേഹമൊക്കെ എങ്കിലും എന്ത് ചെയ്യാനാണ്, അനിയത്തിയുടെ കൂടെയാണ് ഇവരുടെ ജീവിതം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ഈ കനകവല്ലിയുടെ ഒരു ജീവിതത്തിലുണ്ടായത്. എന്തായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തമിഴാണ്. ഇതാണ് അതിൻ്റെ ഒരു മൂലധാരണം. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കും. நான் லவ் பண்ணி கல்யாணம் பண்ணினேன். ஃபர்ஸ்ட் என் ஹஸ்பண்ட் வந்து டீ மாஸ்டர். அதுக்கப்புறம் தான் இந்த வியாபாரம் எல்லாம் நான் கற்றுக் கொடுத்தேன். குழந்தைங்க கலர் அடிக்கிற புக்ஸு இதெல்லாம் கற்றுக் கொடுத்தேன். அதுக்கப்புறம் மேற்கொண்டு அவரா வந்தது. எங்கள் அப்பா அம்மா எல்லாம் பண்ணி வைக்கல, ஓடி போய் கல்யாணம் பண்ணி என் ஃப்ரெண்டும் கல்யாணம் பண்ணி வச்சாங்க. என் தங்கச்சிங்க 3 பேர் குழந்தைங்களா இருக்கும்போது எங்கள் அப்பா அம்மா இறந்துட்டாங்க. எங்கே அவருக்கு புள்ளிய பெற்று கொடுத்துட்டா என் தங்கச்சிங்களை பார்த்துக்க மாட்டாரு அப்படின்னு சொல்லிட்டு அந்த குழந்தைய 100 ரூபாய் அந்த மாத்திரை அது போட்டு கழிச்சேன். அது என் வீட்டுக்காரோட பையன். எங்க நம்ம துண்ணு ஏச்ச சொல்லிட்டு அவ துண்ணுட்டா, அதே ஏச்ச சொல்லப்போ நான் கை வைக்க முடியுமா? இப்போ உங்க வீட்டுக்காரரை உங்க தங்கச்சி எடுத்துக்கிட்டாங்கன்னு சொல்றீங்களா? தப்பு என் மேலதான்க்கா இருக்குது. நான் அது குழந்தைன்னு சொல்லிட்டு என் வீட்டுக்கார பக்கத்துலேயே படுக்க வச்சுட்டேன். கடைசியில அவ அந்த மாதிரி பண்ணிட்டான். பஞ்சாயத்து வச்சு கேட்கும்போது என் மாமன் பக்கத்துல நான் தான் படுத்தேன், என் மாமன் மேல எனக்கு ஆசை இருந்துச்சு அப்படின்ட்டான். என்ன சொல்ல முடியும்? ஃபர்ஸ்ட் கொரோனா வந்துச்சு பாத்தியா, அப்ப நான் சென்னையில மாட்டிக்கினேன், அவங்க ஊர்ல மாட்டிக்கினாங்க. அப்ப நடந்த கதை. கொரோனா எல்லாம் முடிஞ்ச பிறகு இந்த பஸ் இதெல்லாம் நடமாட பிறகு அதுக்கப்புறம் நான் வந்த பிறகு இவளுக்கு வயிறு கொஞ்சம் இவ்வளோ இருந்தும் போது என்னம்மா ஆச்சு வயிறு அப்படின்னா, வயிறு வலிக்குதுக்கா அப்படின்ட்டா. அந்த நம்பிக்கையில நின்ட்டேன். 5 மாசம் ஆனோடனே கொஞ்சம் இவ்வளோ பெருசாகிடுச்சு. எனக்கு கொஞ்சம் டவுட் ஆயிடுச்சு. என் பெரிய தங்கச்சி கையில சொன்னேன், இப்போ தங்கச்சி என்னன்னு தெரில, வயிறு பெருசாகின்னு வருது, கொஞ்சம் என்னன்னு போ பாரு ஆஸ்பத்திரியில் அப்படின்னு சொல்லி அனுப்பிச்சி விட்டேன் 1000 ரூபாய் கொடுத்து. இவன் என்கிட்ட எந்த உண்மை சொல்லலை, எதனா பண்ணிக்க வந்துட்டு ஒன்றும் இல்லைக்கா வயிறில் ஏதோ கட்டி வந்துட்டுக்குதான் அப்படின்னு சொல்லிட்டான். வர 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 வயிறு இவ்வளோ பெருசாக வந்துச்சு. அது பிரெட் நட்டாக இருக்கிறவங்களுக்கு தான் அவ்வளோ பெருசாக வரும், இவ்வளோ பெருசாக வந்துச்சு. அதுக்கப்புறம் தான் சொன்னேன், எனக்கு அந்த பையன் 2 நாளைக்கு அடுத்தது தான் டெலிவரி ஆக போகிறான். அப்போ சொல்கிறான், சரி நல்லா இருக்கட்டும். பஞ்சாயத்து வச்சதுக்கு என் வீட்டுக்காரர் சட்டை பிடிச்சதுக்கு என் கையை தட்டி விட்டுட்டு என் மாமன் மேலே எனக்கு ஆசை இருந்துச்சு, என்ன என் மாமன் எனக்கு வேணும் அப்படின்னா நான் விட்டு கொடுத்துட்டேன். உடனே விட்டு கொடுத்துட்டீங்களா? உங்க தங்கச்சி அங்கேயே கல்யாணம் பண்ணி வச்சேன், அந்த பஞ்சாயத்துல கல்யாணம் பண்ணி வச்சிட்டேன். அப்போ உங்க தங்கச்சிக்கு எத்தனை வயசு? உங்க கணவர் கூட இந்த மாதிரி நடக்கல? 15 வயசு. நீங்க உங்க தங்கச்சி பண்ண இந்த துரோகத்தையும் உங்க கணவர் பண்ண துரோகத்தையும் ஈஸியா எடுத்துக்கிட்டீங்க? அதெல்லாம் நான் எடுத்துக்கலக்கா. அவங்க நல்லா இருந்தா போதுங்க. என் கணவர் நல்லா இருக்கணும், என் கணவரோட பிள்ளைங்க நல்லா இருக்கணும். எத்தனை பிள்ளைங்க இப்போ தங்கச்சிக்கு? 3 பிள்ளைங்க.
இவன் தான் பெரிய பையன், ரெண்டாவது பொண்ணு, மூணாவது ஒரு பையன் பிறந்திருக்கான். இப்பதான் பிறந்தான், ஒரு மாசம். அந்த குழந்தை உங்க கூட ரொம்ப அட்டாச்மெண்டா? என் வீட்டுக்காருக்கு பிறந்திருந்தா கூட எனக்கு உயிர் தானேக்கா. இந்த பசங்களை தானேக்கா பாக்குறேன். பசங்க எந்த தப்பு பண்ணல, அது என்ன சொல்லிட்டா நிக்குதுங்க. அந்த பிள்ளைங்க மூஞ்சி பாக்கணும் நம்ம. சரி, கடவுளே நம்மளுக்கு சொத்து சுகம் കൊടുക്കலன்னா கூட കുഴந்தைകളെ நல்லபடியா കൊടുത്തിருക്കാரு, അത് പോതും. ഇതിന്റെ അകത്ത് തെറ്റ് ഈ പറയുന്ന പെൺകുട്ടിക്ക് തന്നെയാണ്. അത് ആ പെൺകുട്ടി കനകവല്ലി തന്നെ സമ്മതിക്കുന്നുണ്ട്, തെറ്റെന്റെ ഭാഗത്താണ്. കാരണം കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ച് ഭർത്താവിന്റെ കൂടെ കിടത്തി ഈ അനിയത്തിമാരെ. കൂടെ കിടത്തിയതിൻ്റെ ഒരു പരിണിത ഫലമാണ് സ്വന്തം അനിയത്തി ഈ പറയുന്ന ഭർത്താവിൽ നിന്ന് ഗർഭിണിയാകുന്നത്. 15ാമത്തെ വയസ്സിലാണ് ഗർഭിണിയാകുന്നത്. എന്താണല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു സ്വന്തം ചേട്ടനെയും കൂടെ, അത് ചേട്ടത്തിയുടെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടിയ അനിയത്തി. ഇവിടെ ഇതാ ഈ പറയുന്ന ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ കിടന്ന് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഭർത്താവ് തന്നെയാണ് ഇവിടെ കാരണക്കാരൻ. അവൻ ഒരു കുഞ്ഞായിട്ട് കാണേണ്ടിയവനാണ്. ഇവനാണ് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവർ തമ്മിലാണ് ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ ചേട്ടത്തി വെള്ളവും അടിച്ച് അവൾ ഈ തൂത്തുവാരുന്ന ജോലിയും കോൺക്രീറ്റ് ജോലിയും എല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. എന്തൊരു സ്നേഹമാണെന്നറിയാമോ ഈ പെൺകുട്ടി. ഇപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും അനിയത്തിമാരെ കുറ്റപ്പെടുത്തുന്നില്ല, ഈ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഭർത്താവ് സ്നേഹവാനാണെന്നാണ് പറയുന്നത്, ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് സ്നേഹം! അവരില്ലാത്ത തക്കം നോക്കി സ്വന്തം മകളെപ്പോലെ കാണേണ്ടിയ അനിയത്തിയെ ഗർഭിണിയാക്കിയിട്ട് അവന് എന്ത് സ്നേഹമാണ് ഈ പറയുന്ന പെൺകുട്ടിയോടുള്ളത്. പക്ഷേ ഇവർ പറയുന്നത് എപ്പോഴും സ്നേഹമാണെന്നുള്ളതാണ്. എന്താണല്ലേ, ഈ ഒരു കഥ പുറംലോകം അറിയില്ലായിരുന്നു. ഇവരിങ്ങനെ തൂക്കുന്ന കണ്ടുകൊണ്ട് ഒരു മീഡിയക്കാർ ഇവരെ ഇൻ്റർവ്യൂ എടുത്ത സമയത്താണ് ഇതിങ്ങനെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവർ കുറേ ഇൻ്റർവ്യൂവിലൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു കാര്യം പുറംലോകം അറിഞ്ഞത്. ഇങ്ങനെ അറിയാത്ത എത്രയോ സംഭവങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ പറ, ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? ഈ ഭർത്താവിൻ്റെ ഭാഗത്താണോ തെറ്റ്, അതോ ഈ കനകവല്ലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭാഗത്താണോ, അതോ അനിയത്തിയുടെ ഭാഗത്താണോ തെറ്റ്? ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? എൻ്റെ പ്രേക്ഷകരെ, ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.